التمسك بالأثر نجاه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്റുൻ നദ ക്ലാസ് തുടരുകയാണ്. നമ്മൾ മാരിഫകളുടെ നൗഉകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അതിൽ 2 നൗഅകൾ നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത് മാരിഫകളിൽ നിന്ന് മൂന്നാമത്തെ നൗഅനെ കുറിച്ചാണ് നോക്കാം. സുമ്മ നൗഅ സാലിസു മിനൽ മആരിഫി അൽ ഇശാറത്തു. പിന്നെ അന്നൗഉ സാലിസു മൂന്നാമത്തെ നൗഉ മിനൽ മആരിഫി മാരിഫകളുടെ കൂട്ടത്തിൽ നിന്നുള്ള മൂന്നാമത്തെ നൗഉ അൽ ഇശാറത്തു ഇശാറത്താകുന്നു. ഇശാറത്ത് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അവിടെ ഒരു വിശദീകരണം ഷാരിഹ് കൊടുത്തു. ഒരു ഇശാറത്തല്ല, മറിച്ചെന്താ ഐസ്മുഹ അഥവാ ഇശാറത്തിന്റെ ഇസ്മ്. അപ്പൊ മാരിഫന്റെ ഇനത്തിൽ നിന്ന് മൂന്നാമത്തത് ഇഷാറത്തിന്റെ ഇസ്മാണ്. എന്താണ് ഇഷാറത്തിന്റെ ഇസ്മ എന്ന് പറഞ്ഞാൽ വഹുവ അത് ഒന്നാണ് വുദിഅ അതിനെ വെക്കപ്പെട്ടു ലി മുസമ്മൻ ഒരു മുസമ്മക്ക് വേണ്ടി ഏതോടുകൂടെ വ ഇഷാറത്തൻ ഇലൈഹി ആ അതിലേക്ക് ഇഷാറത്താക്കലോട് കൂടെ വാവ് മഫ്ഊലും മഅഹ് അതാണ്. അപ്പോൾ അതിലേക്ക് ഇഷാറത്താക്കലോട് കൂടെ ഒരു മുസമ്മക്ക് വേണ്ടി എന്താണ് വെക്കപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഹാദാ കിതാബുൻ ആ കിതാബിനെ അറിയിക്കുന്നുണ്ട് അതിലേക്ക് ഇഷാറത്താക്കലോട് കൂടെ എന്നർത്ഥം. വഹിയ അത് സലാസത്തു അഖ്സാമിൻ ഇസ്മ ഇഷാറകൾ സലാസത്തു അഖ്സാമിൻ അത് 3 ഇനങ്ങളാകുന്നു, 3 വിഭാഗങ്ങളാകുന്നു. ഏതൊക്കെ? ഒന്ന് ഒരു വിഭാഗം ഒന്ന് യുഷാറു ബിഹി അതുകൊണ്ട് ഇഷാറത്താക്കപ്പെടും ഇലൽ മുഫ്രദി. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ഏതാ? ചില ഒരു ഇസ്മ ഇഷാറയാണ്. യുഷാറു ബിഹി അതുകൊണ്ട് ഇഷാറത്താക്കപ്പെടും ഇലൽ മുഫ്രദിലേക്ക്. പിന്നെ രണ്ടാമത്തേത് യാതൊരു ഇഷാറത്താണ് യുഷാറു ബിഹി ആ ഇഷാറത്തിന്റെ ഇസ്മു കൊണ്ട് എന്താക്കും? ഇഷാറത്താക്കപ്പെടും ലിൽ മുസന്ന. എങ്ങോട്ട്? ലീക്കാറ ഇലാന്റെ മാന ഇല എന്നല്ല പറഞ്ഞത്. അപ്പോൾ മുസന്നയിലേക്ക്. അപ്പോൾ ഒന്നാമത്തെ മുഫ്രദിലേക്ക് ഇഷാറത്താക്കപ്പെടുന്നത്, രണ്ടാമത്തേത് യുഷാറു ബിഹി അതുകൊണ്ട് ഇഷാറത്താക്കപ്പെടും ലിൽ മുസന്നയിലേക്ക്, മൂന്നാമത്തേത് യാതൊരു ഒന്നാണ് യുഷാറു ബിഹി അതുകൊണ്ട് ഇഷാറത്താക്കപ്പെടും ലിൽ ജമാഅത്തിലേക്ക്. അങ്ങനെ 3 ടൈപ്പാണ്. ഇനി ഇതിലൊക്കെ ആണും പെണ്ണും ഉണ്ടാവുമല്ലോ. അതാണ് ശാരിഹ് പറയുന്നത്. വകുല്ലും മിനസ് സലാസതി ഇപ്പറഞ്ഞ 3 ഉണ്ടല്ലോ അതിലെല്ലാത്തിൽ നിന്നും വകുല്ലും മിനസ് സലാസതി എല്ലാ പറഞ്ഞ 3 ജമാഅത്ത് മുസന്ന മുഫ്രദ് ഉണ്ടല്ലോ അതിലൊക്കെ എന്തുണ്ടാവും? ഇമ്മാലി മുസക്കരിൻ ഒന്നൊക്കെ മുസക്കറിന് വേണ്ടിയായിരിക്കും, ഔലി മുഅന്നസിൻ അല്ലെ പെണ്ണിന് വേണ്ടി മുഅന്നസിന് വേണ്ടിയായിരിക്കും. അപ്പൊ പറഞ്ഞ 3 വകുല്ലും മിനസ് സലാസതി പറഞ്ഞ എല്ലാത്തിൽ 3 നിന്നും ഈ സലാസയിൽ നിന്നുള്ള കുല്ല് ഈ 3 നിന്നുള്ള എല്ലാ കുല്ലും അതൊന്നോക്കൽ മുസക്കറിനോ മുഅന്നസിനോ വേണ്ടിയായിരിക്കും. ഫമിനൽ ഖിസ്മിൽ അവ്വലി അപ്പം ഈ 3 ഖിസ്മ് പറഞ്ഞാൽ 3 ഖിസ്മിൽ മുസന്നിഫ് ഇവിടെ വിശദീകരിക്കുകയാണ്. ഫമിനൽ ഖിസ്മിൽ അവ്വലി ഒന്നാമത്തെ ഖിസ്മിൽ നിന്നുള്ളത് ഏതാ? 3 പറഞ്ഞില്ല നമ്മൾ, മുഫ്രദ് മുസന്ന ജമാ. അപ്പം മുഫ്രദിലേക്കുള്ളത് പറയാണ്. ആകുന്നു ലിൽ മുദക്കരി മുദക്കറിന് വേണ്ടി അൽ മുഫ്രദി. അപ്പം മുഫ്രദ് മുദക്കറിന് വേണ്ടിയാണ് എന്നുള്ളത്. പിന്നെ വസിഹി വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ പറയാം. വസിഹി വതി വതിഹി വതാ ഇവകളൊക്കെ ലിൽ മുഅന്നസിൽ മുഫ്രദി മുഫ്രദ് മുഅന്നസിന് വേണ്ടിയാകുന്നു. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം മുഫ്രദാണല്ലോ, അതിൻ്റെത് അവിടെ പറഞ്ഞത്. ഇവിടെ ആദ്യം പറഞ്ഞത് മുഫ്രദ് മുദക്കറ. മുഫ്രദ് മുദക്കർ എന്ന് പറയുമ്പോൾ ഇബ്നു ഹിഷാം റഹ്മഹുല്ല തന്നെ അദ്ദേഹത്തിന്റെ ശറഹ് പറയുന്നുണ്ട്. ഫലിൽ മുഫ്രദിൽ മുദക്കരി ലഫ്ളത്തുൻ വാഹിദ മുഫ്രദ് മുദക്കർ ഒരൊറ്റ ലഫ്ളേ ഉള്ളൂ. അതേതാ? ലാ എന്നുള്ളതാണ്. ലാ എന്നുള്ളത് അപ്പോൾ ഇതന്നെ ഹക്കീക്കത്തെന്ന നിലയ്ക്ക് മുഫ്രദിന്റെ മേൽ അറിയിക്കും. ഇതിനെ ഇതാന പറയപ്പെടും. ഒന്നുകിൽ ഒരു മുഫ്രദിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി ഹക്കീക്കത്തെന്ന നിലയ്ക്കുള്ള ഉദാഹരണം. അപ്പോൾ ഹാദാ റജുലുൻ, അപ്പോൾ റജുലു എന്നുള്ളത് മുഫ്രദാണ്. ലഫ്സ് കൊണ്ടും മാന കൊണ്ടും മുഫ്രദാക്കാം. ഇനി അതുപോലെ തന്നെ ഹുക്കും എന്ന നിലയ്ക്ക് മുഫ്രദിന്റെ മേൽ അറിയിക്കും. അത് 2 നിലക്കാണ്. അതെന്താ? ലഫ്സിൽ മുഫ്രദായിരിക്കും, പക്ഷേ മാനയിൽ ജമ്മായിരിക്കും. ഹാദൽ ഫരീഖു എന്നുള്ളത് ലഫ്സ് മുഫ്രദാണെങ്കിലും മാന ജമ്മാണല്ലോ. അല്ലെങ്കിൽ മുഫ്രദ് കൊണ്ട് തൗവീൽ ചെയ്യപ്പെടും. അതെപ്പോഴാ? 2 ലഫ്ദുകളായി 2 ലഫ്ദ് ഇസ്നൈനിയോ ജമ്മാകുമ്പോൾ. ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ അവാനും ബൈന ദാലിക് കണ്ടോ? അപ്പോൾ അവിടെ എന്താ? മുഫ്രദ് കൊണ്ട് അത് എന്ന് പറയും. അതിനിടയിൽ അത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ ഫാരിദും ബിക്റുൻ പശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? ബൈനൽ ഫാരിദി വൽ ബിക്രി നല്ല പ്രായം കൂടിയതും അല്ല കുറഞ്ഞതും അല്ല, ഇടത്തരം. അപ്പം അത് എന്ന നിലക്ക് അവിടെ പറയാം. അത് എന്ന് പറഞ്ഞാൽ അവിടെ ബൈനൽ ഫാരിദി വൽ ബിക്രി എന്നർത്ഥമല്ലേ.
അപ്പം അങ്ങനെയൊക്കെ വരും. ഏതായാലും മുഫ്രദ് മുദക്കറിന് ഇതൊറ്റ ഒന്നേ ഉള്ളൂ, ദാ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ നമ്മൾ ഇഷാറത്തിൻ്റെത് വെച്ച് കൊടുക്കലാണ്. ഇഷാറത്തല്ല, തമ്പീഹ്. ഹാ വരും, ഹാദ തമ്പീഹിന് വേണ്ടി വെച്ച് കൊടുക്കുന്നതാണ്. അത് ജായിസ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ജാ അനി ഹാദ എന്ന് പറയാം, ജാ അനി ഇദാ എന്നും പറയാം. ഏതായാലും പിന്നെ നേരെ മറിച്ച് മുഫ്രദ് മുഅന്നസിന് വേണ്ടി 10 ലഫ്ദുകളുണ്ട്. ഇബ്നു ഹിഷാം റഹ്മഹുല്ലാഹ് ശറഹ് പറയുന്നുണ്ട്, വയിൽ മുഫ്രദത്തിൽ മുഅന്നസ 10 അൽഫാസിൻ. 10 അൽഫാസ്, 10 ലഫ്ദുകളാണ്. അതിൽ ഹംസത്തുൻ മബ്ദൂഅത്തുൻ ബിദ്ദാലി, ദാല് കൊണ്ടാണ് 5 സ്റ്റാർട്ടിങ്. ഏതൊക്കെ? വഹിയ ദി വസിഹി എന്ന് ഇഷ്ബാവോട് കൂടി നീട്ടി പറയാ. ദി ആ ലുഗകളോടെ മനസ്സിലാക്കി വെക്കുക. സിഹി എന്ന് യാ ഉണ്ടോ ഇഷ്ബാവോട് കൂടി. പിന്നെ ഇഷ്ബാ ഇല്ലാതെ വസിഹി കസറോട് കൂടി. ഇനി സുക്കൂനാക്കി വസിഹ്, സുക്കൂനാക്കി, അങ്ങനെ പറ്റും. പിന്നെ അവിടെ തന്നെ ദാത്തു ഇസ്തിമാലുണ്ട്, പക്ഷെ അത് അഹ്റബാണ് ഇബ്നു ഹിഷാം പറയുന്നത്. വഹിയ അഹ്റബുഹ, ഇതിൽ അഹ്റബാണ് ദാത്ത് ഇസ്മിഷാറയിലുള്ളത്. അത് അധികരിച്ച് ഉപയോഗിക്കൽ. വൈനമൽ മഷ്ഹൂറു ഇസ്തിമാലു ദാത്തു ബി മാന സ്വാഹിബ, സാഹിബത്തിന്റെ മാനാക്ക് ഉപയോഗിക്കലാണല്ലോ, അതാണ് അധികരിച്ചുള്ളത്. അതുപോലെ തന്നെ എന്താ നമ്മുടെ ഇസ്മൗസൂലയിൽ ഉപയോഗിക്കണം, അല്ലത്തിന്റെ മാനാക്കൊക്കെ ഉപയോഗിക്കലുണ്ട് തൊയ്യ് ഗോത്രത്തിന്റെ ലുഗയിൽ. നമ്മൾ അൽഫിയൽ മൗസൂലാന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഹംസത്തുൻ മബ്ദൂഅത്തുൻ ബിത്ത, 5 താ കൊണ്ട് സ്റ്റാർട്ടിങ് ആണ്. അത് ഏതൊക്കെ വരിക? തി, പിന്നെ തിഹി യാ ഉണ്ടാവും ഇഷ്ബാവോട് കൂടി. പിന്നെ തിഹി ഇഷ്ബാ ഇല്ലാതെ. പിന്നെ സുക്കൂനോട് കൂടി. പിന്നെ താ. ഇത്രയുണ്ട്. അപ്പോൾ അതാണ് അവിടെ സൂചിപ്പിച്ചെന്നുള്ളൂ. ഇനി വമിനൽ കിസ്മിസാനി, രണ്ടാമത്തെ കിസ്മിൽ നിന്നുള്ളത്, അഥവാ മാ യുഷാറു ബിഹിൽ മുസന്ന പറഞ്ഞില്ലേ, അതേതാ? ലാനി എന്നുള്ളതാണ്. ലിൽ മുസന്നൽ മുദക്കർ, മുദക്കർ മുസന്നക്ക് വേണ്ടി ദാനി. വദാനി താനി ലിൽ മുസന്നൽ മുർത്തഫിയ വഫീ സിവാഹു സൈനി തൈനി സുകുർതു ത്യ എന്ന് ഇബ്നു മാലിക് പറഞ്ഞില്ലേ. അപ്പോൾ ദാനി ആണിന് 2 മുദക്കർ മുസന്ന. വത്താനി ലിൽ മുസന്നൽ മുഅന്നസ് 2 പെണ്ണിന് താനി. വദാനി താനി ലിൽ മുസന്നൽ മുർത്തഫി എന്ന് പറഞ്ഞു ഇബ്നു മാലിക്. മുർത്തഫീൻ്റെ അതല്ലാത്ത അവസരത്തിൽ ജറിനെ നസ്ബിന്റെ സ്ഥാനത്ത് വഫി സിവാഹു സൈനി തൈനി എന്ന് പറയും. അവിടെ ഖിലാഫുണ്ട്, നമ്മളെ അതിന് ഇവിടെ പറയും ഇൻഷാ അല്ലാഹ്. അവിടെ വഹാദാനി ഇബ്നു ഹിഷാം റഹ്മഹുള്ള പറയുന്നത് വഹാദാനി ലഫ്സാനി, ഈ 2 ലഫ്സുകൾ അഥവാ ദാനി താനി എന്നുള്ളത് മൂറബാന്നാണ് ഇബ്നു ഹിഷാമിന്റെ അഭിപ്രായം. യൂറബാനി അറബാനി അവ 2 ഇറാബ് ചെയ്യപ്പെടും കൽ മുസന്ന പോലെ ഖാസ്വത്തൻ, ഇവകൾ മാത്രം ഈ ദാനി താനി, ബാക്കിയൊക്കെ മബ്നിയാൻ. അപ്പൊ ഇബ്നു ഹിഷാമിന്റെ അഭിപ്രായ പ്രകാരം ഇതെന്താണ്? മബ്നി അല്ല. ഈ ദാനി താനി എന്നുള്ളതും ദൈനി തൈനി എന്നുള്ളതും എന്തല്ല, അത് മൂറബാണ് എന്ന അഭിപ്രായക്കാരനാണ് ആര്? ഇബ്നു ഹിഷാമൊക്കെ. എന്നാൽ മറ്റുള്ള നഹ്വികളൊക്കെ, ചില ആളുകളൊക്കെ പറഞ്ഞത് ഊല അത് മബ്നി എന്നാണ്, അലിഫ് കൊണ്ടും യാവ് കൊണ്ടും മബ്നി എന്നാണ്, അത് മഹല്ലിയായ നിൽക്കാണ് അവിടെ വരിക. എന്നാൽ ഇബ്നു ഹിഷാം ഇവിടെ പറയുന്നത് റഫ് ആണ്, മുസന്നെ പോലാണ്, അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറുൻ നസ്ബും എന്ന മദ്ഹബാണ്, എന്ന ഒരു നിലപാടാണ് ഇബ്നു ഹിഷാം ഉള്ളത്. 2 ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. എല്ലദാനിയിലും ഉള്ളതുപോലെ തന്നെ അവിടെ മൂറബൂന്നും മബ്നിയെന്നും പറഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഇവിടെ ഉണ്ട്. ഇവിടെ കൂടുതൽ ആളുകളും അതിനെ എന്തില്ല, മുസന്നയിൽ എണ്ണിയിട്ടില്ല. അത് എന്താ, മബ്നിയായിട്ടാണ് എണ്ണിയത്, അലിഫ് കൊണ്ട് യാ കൊണ്ടും. അപ്പോൾ 2 അഭിപ്രായം ഉണ്ട്, അത് ഇവിടെ മനസ്സിലാക്കിക്കുക. ഇവിടെ മുസന്നിഫ് പോയിട്ടുള്ളത് മൂറബാന്ന. ദൂന സായിരി അൽഫാസിൽ ഇഷാറ, മറ്റ് ഇഷാറത്തിന് ലഫ്ദുകളെ കൂടാതെ, അതൊക്കെ മബ്നി എന്നാണ്. ബിൽ അലിഫി, അതായത് യൂറബാൻ ബിൽ അലിഫ് കൊണ്ട് റഫിന്റെ അവസരത്തിൽ അലിഫ് കൊണ്ടായിരിക്കും മൂറബ്. ഖൗലിഹി തആല ഫസാനിക ബുർഹാനാനി, സൂറത്തു ഖസസിൽ 22-ാമത്തെ ആയത്താണ് ഫസാനിക ബുർഹാനാനി. അപ്പോൾ അവിടെ ഉദാഹരണം കൊടുത്തതാണ് ദാനിക. അപ്പോൾ മുബ്തദാവും, മുസന്നിഫ് മുബ്തദാണ്, ശരിക്കും അവിടെ മബ്നിയാണ് റഫിന്റെ മഹല്ലിൽ. അപ്പോൾ നേരെ മറിച്ച് ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി അഭിപ്രായ പ്രകാരം അതെന്താ, മർഫൂ ആയിട്ടാണ് വരിക, കാരണം മൂറബാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് 2 അഭിപ്രായം ഉണ്ട്. ഏതായാലും വബിൽ യാ കൊണ്ട് ജറിന്റെ അവസരത്തിൽ യാ കൊണ്ട് ഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലി ഇഹ്ദ ബിനതയ്യ ഹാതൈനി എന്ന് പറഞ്ഞില്ലേ സൂറത്തു ഖസസിലെ 27-ാമത്തെ ആയത്തിൽ. അപ്പോൾ ഹാതൈനി തൈനി ഉദാഹരണം പിടിച്ചതാണ് മുസന്നിഫ്.
വ നസ്ബൻ നസ്ബിൻ്റെ അവസരത്തിൽ യാ കൊണ്ട് തന്നെ മൂറബ് അഥവാ മുസന്നൻ്റെ ഇറാബ് പോലെ തന്നെ എന്നർത്ഥം. കഖൗലിഹി തആല ഇന്ന ഹാദൈനി ലസാഹിറാനി ഹാദൈനി. അപ്പോൾ മൻസൂബായിക്ക് മുസന്നിഫിൻ്റെ അഭിപ്രായ പ്രകാരം. മറ്റത് ശരിക്ക് മബ്നിയ എന്ന് പറയുന്ന നോക്കുമ്പോൾ അത് നസ്ബിൻ്റെ മഹല്ലി, കാരണം ഇന്നൻ്റെ ഇസ്മാണ്. പിന്നെ വമിനൽ ഖിസ്മി സാലിഹി മൂന്നാമത്തെ വിഭാഗം ഏതാ? മാ യുഷാറു ബിഹി ലിൽ ജമാ എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതേതാ? ഉലാഇ എന്നുള്ളതാണ്. മംദൂദ് ആയിക്കോട്ടെ, ഉലാഇ എന്ന് പറയാം. അതായത് അല ലുഗത്തി അഹ്ലിൽ ഹിജാസുകാരുടെ ലുഗ അനുസരിച്ചാണ്. അതാണ് മഷ്ഹൂർ. ഖുർആനിൽ വന്നത് അതാണല്ലോ. വ മഖ്സൂറൻ അല ലുഗത്തി ബനി തമീം. ഉലാ എന്ന് ബനു തമീം ഗോത്രക്കാരനുസരിച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. ബനു തമീം ഗോത്രക്കാരൻ ഉല എന്ന് പറയും, മഖ്സൂറാക്കി. ഇബ്നു മാലിക് ഖൽഫിയിൽ പറഞ്ഞില്ലേ, വബി ഉല അശിർലി ജംഇൻ മുത്ലഖ വൽ മദ്ദു ഔല വലദൽ ബുഅദ് ഇന്തിഖാ. വബി ഉല കൊണ്ട് അശിർനി ഇശാറത്ത് ചെയ്തോ, ലി ജമ്മിൻ ജമ്മിലേക്ക് മുത്തലക്കൻ, അതാ മുദക്കറായിക്കോട്ടെ മുന്നസ് ആയിക്കോട്ടെ എന്നർത്ഥം. എന്നിട്ട് മുസന്നിഫ് പറഞ്ഞു വൽ മദ്ദു ഔല. കണ്ടോ, മദ്ദാണ് ഔല, അതായത് കസറിനേക്കാൾ ഉല എന്ന് പറയുന്നേക്കാൾ നല്ലത് ഔല ഉല ഈ എന്നുള്ളതാണ്. അതാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. പിന്നെ അപ്പം അത് മനസ്സിലാക്കിയേക്കാം. ലി ജംഇഹിമ, അവ രണ്ടിൻ്റെയും ജമ്മിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെതാണ് അയിൽ മുദക്കരി വൽ മുഅന്നസ്. നമ്മൾ പറഞ്ഞു അസിർ ലി ജമ്മിൻ മുത്തലഖ്. അപ്പോൾ മുന്നസിൻ്റെയും മുദക്കറിൻ്റെയും ജമ്മിന് വേണ്ടി ഉലാ അല്ല ഉലാഇ എന്ന് പറയും. ഉലാഇ ആണ് മഷ്ഹൂർ. നഹ്വു ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞു. എന്താ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പോൾ അതിൻ്റെ ഇറാബ് എങ്ങനെ പ്രിയ? ഉലായിക്ക എന്നുള്ളത് ഇസ്മിഷാറ, ഉലാഇ എന്ന് ഇസ്മിഷാറ മുബ്തദാണ്. കാഫ് പിന്നെ ഖിതാബിന് വേണ്ടിയാണ്, അതിന് മഹല്ല് ഇത് ഹർഫാണ്, ഖിതാബിന് വേണ്ടി, അതിന് മഹല്ലില്ല. പിന്നെ ഹും അത് ദമീർ, ഫസലിൻ്റെ ദമീറാണ്, തൂക്കീദിനെ ഫായിദ ചെയ്യിപ്പിക്കും, അതിന് ഇറാബില്ല മഹല്ലിൽ. മുഫ്ലിഹു എന്നുള്ളത് ഖബർ മർഫു, അതിൻ്റെ റഫിൻ്റെ അലാമത്ത് വാവാണല്ലോ, ജമ്മു ദക്കർ സാലിമാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുക, അത് മനസ്സിലാക്കിയേക്കുക. പിന്നെ ഹഉലാഇ ബനാത്തി, ഹഉലാഇ ബനാത്തി ഖുർആൻ ഹൂദിൽ 78 വന്നതാണ്, 78ാമത്തെ ആയത്തിൽ. ഹഉലാഇ ബനാത്തി, അവിടെ ഏതാ? ഹഉലാഇ ബനാത്തി എന്നുള്ള, ഹഉലാഇ ബനാത്തി. അപ്പോൾ ഹൂദിലെ 78ാമത്തെ ആയത്തിൽ ഹഉലാഇ. അപ്പോൾ അതിൻ്റെ ഇറാബ് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ഹ എന്നുള്ളത് തംബീഹിന് വേണ്ടിയാണ്, ഉലാഇ ഇസ്മിഷാറ മുബ്തദാണ്, ബനാത്തി ഹഉലാഇ ബനാത്തി എന്നല്ലേ എൻ്റെ. അപ്പോൾ ഇസ്മിഷാറ എന്ന് ബദല് ബനാത്തി, അങ്ങനെ പറയണം. പിന്നെ ഉലായിക്ക എന്ന് പറയുമ്പോൾ വ്യത്യാസം അക്കൂട്ടർ, അത് ബഈദ്, ഹഉലാഇ ഇക്കൂട്ടർ നമ്മൾ പറയൽ. ഇനി അപ്പോൾ ഹാദ കുല്ലുഹു, ഇതെല്ലാം തന്നെ ഫിൽ ഇഷാറ, ഇഷാറത്തിൽ ഇത് ഹാദ ഇത് കുല്ലുഹു ഇതെല്ലാം ഫിൽ ഇഷാറ ഇഷാറത്തിൽ ഇലൽ ഖരീബ് ഖരീബിന് വേണ്ടിയാണ്. ഉലായിക്ക ബഈദാട്ടോ, മറ്റൊക്കെ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഖരീബിന് വേണ്ടിയാണ്. ഇനി അതിനെ ബഈദിന് വേണ്ടി കൊണ്ടുവരാനുള്ള രൂപങ്ങളാണ് പറയുന്നത്, ഇനി പറയാൻ പോകുന്നത്. വ അമ്മ എന്നാൽ അൽ ബഈദു ബഈദാകുന്നത് ഫയുഷാറു ഇലൈഹി അതിലേക്ക് ഇഷാറത്ത് ചെയ്യപ്പെടും, ബിമാ ദുക്കിറ പറയപ്പെട്ട ഒന്നുകൊണ്ട്. എങ്ങനെ? ഒന്ന് തന്നെ മുൽഹഖം ബിൽ കാഫി, കാഫിനോട് മുൽഹഖായ നിലയിൽ. അപ്പോൾ പ്രത്യേകം പറഞ്ഞു ബിൽ കാഫിൽ ഹർഫിയ, ഹർഫിയായ കാഫാണ്. അപ്പോൾ നമ്മൾ ബമീറാന്ന് തെറ്റിദ്ധരിച്ചു വരുത്. ഇബ്നു മാലിക് അൽഫിയിലും പറഞ്ഞില്ലേ, വബി ഉല അശിർലി ജമ്മി മുത്തലക്ക വൽമദ്ദ ഉല വാലദൽ ബോദി, ബൂദിൻ്റെ എടുക്കൽ, ബൂദിൻ്റെ സന്ദർഭത്തിൽ ഇന്തിഖാ തീർച്ചയായും ഉച്ചരിച്ചോ, ബിൽ കാഫി കാഫ് കൊണ്ട്, ഹർഫൻ ദൂന ലാമിൻ ഔ മഅ വല്ലാമു ഇൻ ഖദ്ദംതഹ മുംതനിയാന്ന് ഇബ്നു മാലിക് പറഞ്ഞില്ല. അവിടെ എന്താ? ബിൽ കാഫ് കൊണ്ട് ഹർഫൻ, ആ കാഫ് തന്നെ ഹർഫായ നിലയിൽ, അങ്ങനെ പറയണം. പിന്നെ മുഖാത്തബിൻ്റെ അഹ്വാൽ അനുസരിച്ച് അത് മാറും. ഇഫ്രാദ്, തസ്നിയ, ജമ്മു അനുസരിച്ച് തൗനീസ്, തസ്കിർ ഇങ്ങനെ മാറ്റാൻ പറ്റും. ഖുർആനിൽ പറയില്ലേ, ഖാല കദാലിക്കി, ഖാല കദാലിക്ക, ഇങ്ങനെ ദാലിക്കുന്ന, അങ്ങനെ മാറ്റാം, അത് വരും. ഫിൽ ആഖിരി അഥവാ ഫിൽ ആഖിരി അവസാനത്തിൽ ചേരും ഈ കാഫ്. സവാ ഉൻ കാനത്ത്, അതെന്തായിക്കോട്ടെ, എന്തായാലും മുജറദത്തൻ മിനൽ ലാമി, ലാമിൽ നിന്ന് മുജറദായാലും ശരി, ആ ഇസ്മിഷാറ ലാമിൽ നിന്ന് മുജറദായാലും ശരി, നഹുദാക്ക അല്ലോ അപ്പോഴും ചേരും. വദീക്ക, ഇനി അത് ലാമുണ്ടെങ്കിലും ചേരും, അതാണ് പറയാൻ പോണത്. അതാ ഇവിടെ പറയുന്നത്, ഇത് ചേരും ഫിൽ ആഖിരി അവസാനത്തിൽ, സവാവും കാനത്തതായ ആയിരുന്നാലും ശരി, മുജറദത്തൻ മിനൽ ലാമി, ലാമിൽ നിന്ന് മുജറദായിരുന്നാലും ശരി,
അവിടെ കാനത്ത് എന്നുള്ളത് ഈ കാഫായിരുന്നാലും ശരി, മുജറദത്ത മിൻ ലാമി, ലാമിൽ നിന്ന് മുജറദായാലും ശരി എന്ന് പറഞ്ഞാൽ ഇസ്മി ഇഷാറയിൽ എന്തുണ്ടാവില്ല, ലാം ഉണ്ടാവില്ല. ദാക്ക ദീക്ക പോലെ ഇനി ഉണ്ടായാലും ശരി എന്നതിന് ശേഷം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചേരും എന്നർത്ഥം. അപ്പോൾ ചേരും. ഇനി വയജിരി ലിഹാഖുൽ കാഫിൽ മുജറദ, ഈ ലാമയെ തൊട്ട് മുജറദായ കാഫ് ചേരൽ നടക്കും മുത്തലക്കായ നില, മുത്തലക്കായി അഥവാ ഐഫി ജമീ അസ്മായിൽ ഇഷാറർത്ഥം. അപ്പോൾ ഈ ലാമിനെ തൊട്ട് മുജറദായി വരുമ്പോൾ ആ കാഫിന് എല്ലാ ഇസ്മു ഇഷാറയിലും അതെന്ത് ചെയ്യും, സഞ്ചരിക്കും. എല്ലായിടത്തും നമുക്ക് ചേർത്തി പറയാം. ലാമിനെ തൊട്ട് ഒഴിവാക്കും. ദാക്ക എന്ന് പറയുമ്പോൾ ദാക്ക എന്ന് പറഞ്ഞാൽ അത് ബായിദിൻ്റെ മയനാക്കാണല്ലോ പറയുന്നത്. ഇവിടെ ഈ ദാക്ക ദാലിക്ക പറഞ്ഞ വ്യത്യാസങ്ങൾ പറഞ്ഞോളുണ്ട്. ഇപ്പം ഇബ്നു മാലിക്കൊക്കെ ഒറ്റ നിലക്ക് തന്നെ പറഞ്ഞുള്ളൂ. ബായിദിനാണ് ദാക്ക എന്ന് പറഞ്ഞാൽ ദാലിക്ക എന്ന ഒരേ മാന. എന്നാൽ ദാക്ക എന്ന് പറഞ്ഞാൽ മുത്തവസിത്താണ്, ദാലിക്ക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബായിദാണ് എന്ന് പറഞ്ഞോലും ഉണ്ട്. നമ്മൾ അൽഫിയൻ്റെ ഇസ്മിഷാറിൻ്റെ ബാബിൽ വ്യക്തമാക്കിയിരുന്നു, അങ്ങനെ പറഞ്ഞോലും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ലാം ഇല്ലാതെ പറയുമ്പോൾ കാ മാത്രം ആക്കി പറയുമ്പോൾ അതാണ് വയജ്രി ലിഹാഖുൽ കാഫിൽ മുജറദായ ലാമിനെ തൊട്ട് മുജറദായ കാഫ് അത് എല്ലാത്തിലും മുത്തലക്കായിട്ട് ചേരും, അഥവാ എല്ലാ ഇസ്മു ഇഷാറയിലും. അപ്പം ഇനി നമ്മൾ ആദ്യം പറഞ്ഞു കാഫ് ഇവിടെ ലാമിനെ തൊട്ട് മുജറദ്. ഇനി അടുത്ത് പറയാം ഔ അല്ലെങ്കിൽ മക്രൂന തംബിഹ, ആ ലാമിനോട് മക്രൂനായിക്കൊണ്ടും വരും. അവിടെ ഔ സവാ ഉൻ കാനത്ത് മുജറദ മിനൽ ലാമി ഔ മക്രൂന തംബിഹ, അല്ലെങ്കിൽ ആ ലാമിനോട് മക്രൂനായിക്കൊണ്ടു. ഐ ബില്ലാമി, ബിഹ എന്ന് പറഞ്ഞാൽ ബില്ലാമി, നഹ്വു ദാലിക അതുപോലെ ഇല്ലാ ഫി സലാസി മസായില. അപ്പം നഹ്വു അവിടെ ഇല്ലാ ഫി ഈ ലാമിനോട് ചേരുമ്പോൾ എല്ലായിടത്തും പറ്റൂല ഇവിടെ പറയുന്നുണ്ട്. അപ്പം ലാമിനോട് ചേർന്ന് കൊണ്ടുള്ള ഉദാഹരണം പറയുന്നത് നഹ്വു ദാലിക്കാന്ന് കൂട്ടി വായിച്ചു പോയി. ആ മക്രൂനത്തം ബിഹ, അപ്പോൾ ഐ ബില്ലാമി, നഹ്വു ഇതുപോലെ ദാലിക്ക ഉദാഹരണം കൊടുത്താണ്, നഹ്വു ദാലിക്ക കണ്ടോ, ദാലിക്ക. അപ്പോൾ ദാലിക്ക ദാക്ക ഞാൻ പറഞ്ഞു, ദാലിക്ക ദാക്ക മാന ഒന്നാന്ന് പറഞ്ഞോലും ഉണ്ട്, ദാക്കാരിമ മുത്തവസിത്താണ്, ദാലിക്ക കുറച്ചുകൂടി ബഈദാണ് എന്ന് പറഞ്ഞോലും ഉണ്ട്. എന്നാൽ നമ്മൾ പറഞ്ഞു മറ്റേതെന്തായിരുന്നു, ലാമിനെ തൊട്ട് മുജറദാകുമ്പോൾ എല്ലാ ഇസ്മു ഇഷാറയിലും ചേരും. നേരെ മറിച്ച് ലാമിനോട് കൂടി മക്രൂനായി വരുമ്പോഴോ എല്ലാത്തിലും പറ്റൂല. ഇല്ലാ ഫി സലാസി മസായിൽ, 3 മസ്അലയിലൊഴികെ. 3 മസ്അലയിൽ പറ്റൂല. രണ്ടു കൂടിയും കാഫും ലാമും കൂടിയും രണ്ടാളും കൂടിയും പറ്റൂല. അത് 3 സ്ഥലങ്ങളാണ് ഈ പറയുന്നത്. അതിലൊന്നേതാ, ഇഹ്ദാഹ പറ്റാത്ത ഒന്നാമത്തേത്, അതിലൊന്നാമത്തേത് അൽ മുസന്നയാണ്. ഫല യുഖാലു പറയപ്പെടൂല ദാനിലിക്ക വത്താനിലിക്ക, ഇങ്ങനെ പറയൂല. മറിച്ച് എങ്ങനെ പറയും, ബൽ യുഖാലു ദാനിക്ക വത്താനിക്ക. അപ്പോൾ ലാമും കാഫും രണ്ടും കൂടി പറ്റൂല, കാഫെ പറ്റൂ. ബൽ യുഖാലു ദാനിക്ക വത്താനിക്ക പറയണം, ബിദൂനില്ലാമി, ലാമ് കൂടാതെ, ബിദൂനില്ലാമി മുത്തുലക്കൻ എന്ന് പറഞ്ഞാൽ ഐ ഫി ജമീൽ ലുഗാത്ത്, എല്ലാ ലുഗയിലും. അപ്പോൾ എല്ലാ ലുഗയിലും അങ്ങനെ തന്നെയാണ്, അല്ലാതെ ദാനിലിക്ക താനിലിക്ക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്നർത്ഥം. നേരെ മറിച്ച് നമ്മൾ പറഞ്ഞു കാഫ് മാത്രമായിട്ടാവുമ്പോൾ എല്ലാത്തിലും പറ്റൂന്ന് പറഞ്ഞു. ലാമും കാഫൂരും കൂടുമ്പോട്ടോ പറയുന്നത് 3 മസലയിൽ പറ്റൂല, 1 മുസന്ന. വസാനിയത്തു രണ്ടാമത്തേതേതാ, ഫിൽ ജംഇൽ, അതേടെ ഫി ലുഗത്തി മൻ മദ്ദഹു, മദ് മംദൂദാക്കി പറയുന്ന ലുഗ ഉണ്ടല്ലോ, നമ്മൾ മഷ്ഹൂറായ ലുഗ അഹ്ലുൽ ഹിജാസിൻ്റെ, അതിലും പറയൂല. ഫലാ യുഖാലു ഉലാഇലിക, അങ്ങനെ പറയൂല, ഉലാഇലിക എന്ന് പറയൂല. നേരെ മറിച്ച് ബൽ യുഖാൽ എങ്ങനെ പറയാ, ഉലാഇക, ലാമില്ലാതെ പറയാം. എന്നാ വ അമ്മ ഫി ലുഗത്തി മൻ ഖസറഹു, ഖസറാക്കി പറയുന്ന ലുഗ ഉണ്ടല്ലോ, ബനു തമീംകാർ ഉലാ എന്ന് പറയുന്നത്, അവരുടെ ലുഗയിൽ ഫയഖൂലു പറയും ഉലാലിക്ക, ഉണ്ടാവും ഒരു ലാമും കാഫൂടിയും ചേർത്ത് പറയുന്നുണ്ട്, ഉലാലിക്ക. പക്ഷെ മഷ്ഹൂർ അതല്ല, ഖുർആനിൽ വന്നത് അഹ്ലുൽ ഹിജാസിൻ്റെത് തന്നെയാണ് ഉലായിക്ക. അപ്പോൾ ഒന്നാമത്തെ സന്ദർഭം മുസന്ന, ലാമും കാഫൂടി പറ്റാത്തത്. രണ്ടാമത്തത് ജമ്മ്, അതന്നെ മംദൂദാക്കി പറയുന്ന അഹ്ലുൽ ഹിജാസുകാരുടെ അടുക്കൽ പറ്റൂല. എന്നാൽ ബനു തമീം ഖസറാക്കി പറയുന്ന ബനു തമീം ഗോത്രത്തിൻ്റെ അടുക്കൽ ഉലാലിക്ക പറ്റും. മൂന്നാമത്തേത് വസാലിസത്തു, മൂന്നാമത്തേത് ഫീമ, യാതൊന്നിലാണ്. എങ്ങനത്തൊന്ന തഖദ്ദമത്ഹു, അതിനെ മുൻകടന്നിട്ടുണ്ട്. ഇസ്മിഷാറ, ഫീമാറ ഇസ്മിഷാറ. തഖദ്ദമത്ഹു, അതിനെ മുൻകടന്നിട്ടുണ്ട്. തംബീഹി, തംബീഹിൻ്റെ മുൻകടന്നിട്ടുണ്ട്. തംബീഹിൻ്റെ മുൻകടന്നതിൽ പിന്നെ പറ്റൂല. അപ്പോൾ ഫലാ യുഖാലു പറയപ്പെടൂല ഹാദാ ലിക
എന്ന് പറയപ്പെടൂല. ബൽ യുഖാൽ, മറിച്ച് പറയപ്പെടുക ഹാദാക്ക. ഹാദാക്ക എന്ന് പറ്റും. അപ്പം ലാമും ഹാവും കൂടിയും ഒരുമിച്ച് കൂടുന്ന പരിപാടിയില്ല. മനസ്സിലായി? ലാമും ഹാവും ഒരുമിച്ച് ഇബ്നു മാലിക് അൽഫിയിൽ പറഞ്ഞല്ലോ, ബിൽകാഫി ഹർഫൻ ദൂന ലാമിൻ ഔ മഅ വല്ലാമു ഇൻ ഖദ്ദംതഹ മുംതനിആണ്. ലാമ് ഇൻ ഖദ്ദംത ഹാഇനെ മുന്തിച്ചാൽ മുംതനിആ, പിന്നെന്താകൂല, ലാമിനവിടെ പറയാൻ പറ്റൂല. കാരണം എന്താ അങ്ങനെ പറയാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഷുറഹകൾ പറയല് പൊതുവെ ഈ കറാഹത്തി കസറത്തി സവാഇദ, സായിദകളുടെ കസറത്ത് അത് കറാഹത്തായ കാരണത്താൽ. അപ്പോൾ ഹാദാലിക്ക എന്ന് പറയൂല, അപ്പോൾ ഹാദാക്ക എന്നേ പറയും. അത് മനസ്സിലാക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ 3 സന്ദർഭങ്ങളാണ് പറഞ്ഞത്. മുസന്ന, പിന്നെ രണ്ടാമത്തേത് ജമ്മ്, അതിനെ മംദൂദാക്കി പറയുന്നു. മൂന്നാമത്തേത് ഫീമ യാതൊരു ഇസ്മിഷാറാണ്, തഖദ്ദമത്തുഹു, ആ ഇസ്മിഷാറയെ മുൻപിൽ വന്നിട്ട് മുൻകടന്നിട്ടുണ്ട്, മുമ്പിൽ വന്നിട്ടുണ്ടാവും. ഹാ തംബീഹി, തംബീഹിൻ്റെ ഹാ. അപ്പോൾ അവിടെ നമുക്ക് ലാമും കാഫൂടി ചേർത്ത് പറയാൻ പറ്റൂല. ലാമ് ഒഴിവാക്കണം. ഹാദാലിക്ക എന്ന് പറയൂല, മറിച്ച് ഹാദാക്ക എന്നേ പറയും. ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്കും. എനിക്ക് നാലാമത്തെ മാരിഫിൻ്റെ 4ാമത്തെ ഇനമായ മൗസൂല പറയാനുള്ളത് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.